ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഓണമല്ലേ, അപ്പോൾ നമുക്കൊന്നൊരു പായസമായാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പിങ്ക് പാലട പായസമാണേ. അപ്പോൾ നമ്മൾ യൂണിറ്റ് ടേസ്റ്റിൻ്റെ ഇലസത്യ പാലട പായസമാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ഒരു പാലട പായസം ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന യൂണിറ്റ് ടേസ്റ്റിൻ്റെ ആണ്. ഇതേ ഒരു പാലട പായ്ക്ക് ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പാലട പായസം ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ കൂട്ട് മേടിച്ചിട്ട് പായസം തയ്യാറാക്കി. നമ്മൾ ആളൊക്കെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ അല്ലാതെ വേറെ അട ഉണ്ടാക്കി അങ്ങനെയൊന്നും പായസം ഉണ്ടാക്കുന്നില്ല. ഈ പ്രാവശ്യം ഇത് വെച്ചാണ് നമ്മളൊരു പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട്, നമ്മൾ ഈ പരസ്യത്തിനകത്തൊക്കെ കാണുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ടി വിയിലൊക്കെ പരസ്യത്തിനകത്ത് കണ്ടതേ ഉള്ളൂ ഈ ഇലസത്യ പാലട എന്നുള്ളത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റെന്ന് നമുക്കൊന്നറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ചൂടുകെട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 ലിറ്റർ പാലാണ്, ഞാൻ നമ്മുടെ സാധാരണ കവർ പാൽ തന്നെയാണ്, 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കൂടിന് അത് 200 ഗ്രാമിൻ്റെയാണ്. അതിന് 1 ലിറ്റർ പാലാണ് അതിൽ എഴുതിയിരിക്കുന്ന കണക്ക്. അപ്പോൾ ഞാൻ അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിക്കണം ആദ്യമേ. അപ്പോൾ നമ്മുടെ പാൽ അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമ്മുടെ പാലട മിക്സ് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ അടയുണ്ട്, പഞ്ചസാരയുണ്ട്, ഏലക്കായുണ്ട്, ജീരകമുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്തുണ്ട്. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. നല്ല പിങ്ക് പാലടയാന്ന പാലട മിക്സാന്നാണ് അതിൽ എഴുതിയേക്ക് നമ്മുടെ കവറയിൽ. എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയുക പിങ്കാണോ. അതെ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ നല്ലൊരു ഇത് പിങ്ക് പാലട മിക്സ് എന്നാണ് പറഞ്ഞാണ് നമ്മൾ ചോദിച്ച് മേടിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഈ സംഭവം തന്നത്. ഇനി നല്ലപോലെ ഇത് തിളപ്പിച്ച് നമ്മുടെ അട അതിനകത്ത് കിടന്ന് വെന്ത് എടുക്കാം. എന്നാ പെട്ടെന്നല്ലേ നമ്മുടെ പായസമൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മളൊന്നും വറുത്തിടുകയോ ഒന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. ഇതിനകത്ത് എല്ലാ സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിനിയിപ്പം നേരത്തെ പോലെ നെയ്ക്കകത്ത് ഇതൊന്നും വറുത്തൊന്നും ഇടണ്ട. ഇത്രയും പാല് നല്ലപോലെ ഈ കുറുകി ആ അട അതിനകത്ത് നല്ലപോലെ വെന്ത് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിങ്ക് പാലട പായസം റെഡിയായി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ പായസം വെക്കണമെങ്കിൽ നമുക്ക് എന്തേലും പാടായിരുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പം പാല് തിളപ്പിക്കുക, കവറ് പൊട്ടിച്ചിടുക, അടിപൊളി പായസം റെഡി. പഞ്ചസാര ചേർക്കേണ്ടെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. കവറിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് പഞ്ചസാര ചേർക്കേണ്ടെന്ന്. ഇനിയിപ്പോൾ ഒത്തിരി മധുരം നമുക്ക് നോക്കിയിട്ട് വേണ്ടെങ്കിൽ ഉണ്ട്, നല്ല മധുരമുണ്ട്. ഇവിടെ അട വേഗം ഇച്ചിരി താമസം എടുക്കുമായിരിക്കും. അത് പാലിങ്ങനെ തിളച്ച് നമുക്കൊരു കുറുകിയ പരുവത്തിന് കിട്ടണമല്ലോ. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ അട തീരെ കുഞ്ഞ് കുപ്പിച്ചില് പോലത്തെ ഉള്ള കുഞ്ഞു ചീള് പോലെയുള്ളതാണ് അടയെ. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതുണ്ടാക്കി നോക്കുന്നത്. ഞാൻ അല്ലാതെ നമ്മൾ അട മേടിച്ച് പായസം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഒരു മിക്സ് ആദ്യമായിട്ടാണ്. പിന്നെ യൂണിറ്റ് ടേസ്റ്റിൻ്റെ ആയതുകൊണ്ട് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ പരസ്യമോ ഇതൊന്നും അല്ല. നമ്മളെല്ലാ സാധനവും നമ്മളിവിടെ പൊടി ഐറ്റംസൊക്കെ യൂണിറ്റ് ടേസ്റ്റിനെ മേടിക്കുന്നത്. അപ്പോൾ അത് എല്ലാ പൊടി ഐറ്റംസിനേക്കാളും വെച്ച് ഏറ്റവും നല്ല എനിക്കിഷ്ടമാണ്. മുളക് പൊടിയൊക്കെ ആണെങ്കിലും മീറ്റ് മസാല ആണെങ്കിലും എല്ലാം നല്ലതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ പാലട പായസം കുറുകി തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ തണുത്ത് ഇത് കുറുകണം, എന്നാലേ ഇത് നല്ല ലാവുള്ളൂ. അപ്പോൾ ഇത് 15 മിനിറ്റ് എന്നുള്ളത് ഞാനൊരു 3-4 മിനിറ്റ് കൂടെ കൂടുതൽ ഇളക്കിയിട്ടുണ്ട്. ഇവിടെ അപ്പോഴത്തേക്ക് നമ്മുടെ ഇതുണ്ട് അടയൊക്കെ നല്ലപോലെ വെന്ത് ഇതുണ്ട്, നമ്മൾ ചെറിയതാക്കാൻ ഇതുണ്ട്, അടയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് തണുത്തിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാവേ. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി വാങ്ങി വെക്കാം. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ പിങ്ക് പാലട പായസം ഇത് അടിപൊളിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് കവറിനകത്തുള്ളത് വെച്ചുണ്ടാക്കിയതാണ്. പക്ഷെ നല്ല അടിപൊളിയായിട്ടോ, നല്ല സൂപ്പറാണ്. ഇതുകൊണ്ടോ ഒട്ടും മധുരമൊന്നും ചേർക്കേണ്ട വന്നില്ല. നല്ല മധുരമുണ്ട്, ഏലക്കായും ജീരകവും എല്ലാം ഉണ്ട്, നല്ല അടിപൊളിയാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പിങ്ക് പാലട പായസം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഈ കൂട്ട് മേടിച്ചാൽ മതി, അടിപൊളിയാണ്. നല്ല നെയ്യുടെയൊക്കെ ചെയ്യണം, നമ്മളിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ട് നല്ല നെയ്യുടെയൊക്കെ നല്ല അടിപൊളി ഫ്ലേവർ ഉണ്ട് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.